नमस्ते मेरे प्यारे बच्चों, आप सबको मैं സഹാര ഓൺലൈൻ ക്ലാസ് में स्वागत करती हूँ. ടീച്ചറിൻ്റെ എല്ലാ മക്കളെയും ടീച്ചർ സഹാര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ എത്തിയിട്ടുള്ളത് 10th സ്റ്റാൻഡേർഡിൽ, അതായത് SLCയിലെ ക്ലാസ്സുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മക്കളെ, നാം യൂണിറ്റ് 3 ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നാം യൂണിറ്റ് 4ലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റും എടുക്കുക. അതുപോലെ ഒരു ഷാർപ്പൻ ചെയ്ത പെൻസിൽ നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള മീനിങ്സ് ടെക്സ്റ്റിൽ തന്നെ അപ്പോൾ എഴുതി പോകുക. അപ്പോൾ അത് ലെസൺ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ ക്ലാസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ലഭിക്കും. അപ്പോൾ നമ്മുടെ 4th യൂണിറ്റ്, അതായത് ഇക്കായി 4ലെ ഫസ്റ്റ് ലെസൺ പാഠ് 1 ബസന്ത് മേരെ ഗാവുക. അപ്പോൾ ബസന്ത് മേരെ ഗാവുക എന്ന പാഠത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആയിയെ മേരെ സാത്ത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതൊരു ലേഖാണ്. നമ്മുടെ ബസന്ത് മേരെ ഗാവുക എന്ന് പറഞ്ഞാൽ, ബസന്ത് എന്ന് പറഞ്ഞാൽ വസന്തം തന്നെയാണ്, നമ്മുടെ ഋതുവായ സീസണായ വസന്തം, നമ്മുടെ എൻ്റെ ഗ്രാമത്തിലെ വസന്തം. അപ്പം അതൊരു ലേഖാണ്. അപ്പോൾ ഇത് എഴുതിയിട്ടുള്ളത് മുകേഷ് നൗറ്റിയാൽ ആണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം അല്ലേ? നോക്കൂ മക്കളെ. 4th ജൂലൈ, അദ്ദേഹത്തിൻ്റെ ജനനം 4th ജൂലൈ 1971 രുദ്രപ്രയാഗ്, അതായത് ഉത്തരാഖണ്ഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. आप उत्तराखंड भाषा संस्था के सदस्य होने के साथ साथ साहित्यिक पत्रिका लोक गंगा आदि की सहायक संपादक भी हैं. आपकी कहानियों का संकलन चमकता रहेगा शीलिनगम के नाम से प्रकाशित हुआ है. हिमालय की कहानियाँ आपका बाल कथा संग्रह है. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം നാം കണ്ടു. 1971 4th ജൂലൈയിലായിരുന്നു അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിലാണ് മുകേഷ് നൗറ്റിയാൽ ജനിച്ചത്. അതുപോലെ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ, നോക്കൂ മക്കളെ, ലോകഗംഗ ആദി സാഹിത്യക പത്രിക, അദ്ദേഹം ഈ ഉത്തരാഖണ്ഡിലെ ഭാഷാ സംസ്ഥയ്ക്ക് സദസ്യ ഹോനേക്കെ സാത്ത്, ഉത്തരാഖണ്ഡിലുള്ള ഭാഷാ സംസ്ഥ എന്ന് പറഞ്ഞാൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അതൊരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു മെമ്പറായിരുന്നു, സദസ്യമാന് മെമ്പർ, ഒരു അംഗമായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അംഗം എന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം സാഹിത്യ പത്രികയും ലോകഗംഗ എന്നീ മാഗസിനുകളുടെ അസിസ്റ്റൻ്റ് എഡിറ്ററുമാണ്. പിന്നെ ചമത്കാർ രഹേഗ സീലികം എന്ന പേരിൽ അദ്ദേഹം ഒരു കഥയുടെ സംഗ്രഹം, കഹാനിയുടെ ഒരു ഗ്രൂപ്പ്, അതായത് ഒരു കഥാസമാഹാരം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് ഹിമാലയ്ക്ക് കഹാനിയാം എന്ന പേരുള്ള അദ്ദേഹത്തിൻ്റെ കഥയുടെ രചന അത് ബാലകഥാ സംഗ്രഹമാണ്, കുട്ടികൾക്കായിട്ടുള്ള കഥയുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു നല്ല ഒരു വ്യക്തിത്വമാണ് മുകേഷ് നൗറ്റിയാൽ. നോക്കൂ, ആയിയെ മേരെ സാത്ത്. अब हम लेख की ओर चलते हैं. എന്തായിരുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേര്? ബസന്ത് മേരെ ഗാവുക അല്ലേ? मकर संक्रांति के बाद सूरज पंचाचूली के शिखरों से चौखंबा पर्वत की तरफ खिसकना शुरू कर देता है. दादी कहती थी कि जेठ तक सूरज हर सुबह बालिश्त पर छलांग मारता है. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. ലേഖാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ ഇതുവരെ നാം പഠിച്ചു വരുന്ന പാഠങ്ങളുടെ ഒരു അത്രത്തോളം ഒരു ഇൻട്രസ്റ്റ് ഇതിനകത്ത് ഉണ്ടാകുകയില്ല.
അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരല്പം ശ്രദ്ധിച്ചോളൂ. മകരസംക്രാന്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ? മകരസംക്രാന്തിയൊക്കെ നമുക്കറിയാം. സംക്രാന്തി സമയത്തെ സൂര്യൻ്റെ ഇതൊക്കെ കഴിഞ്ഞു പഞ്ചാചൂലിയിൽ കൊടിമുടിയുടെ നിന്നും അദ്ദേഹം അതായത് ഇവിടെ സൂര്യൻ എന്ത് ചെയ്യുന്നു? ചൗഖംബ പർവ്വതത്തിൻ്റെ നേരെ എന്ത് ചെയ്യുന്നു? കിസക്ത ശുരു കർദേത്താ ഹെ, നീങ്ങാൻ തുടങ്ങുന്നു. ദാദി കത്തി ഥി കി, ദാദി മുത്തശ്ശി അല്ലേ? മുത്തശ്ശി അതായത് ഇങ്ങനെ സൂര്യൻ്റെ മകരസംക്രാന്തി സമയത്ത് പഞ്ചാചൂലിയിൽ നിന്നും ചൗഖംബ പർവ്വതത്തിൻ്റെ നേരേക്ക് സൂര്യൻ നീങ്ങുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഴയ ആൾക്കാർക്ക് ഓരോ കഥകൾ കാണും അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്ന ദാദി कहती थी कि जेठ तक सूरज हर सुबह बलिष्ठ पर छलांग मारता है. അപ്പോൾ ഇവിടെ ജേഠി എന്ന് പറയുന്നത് ജ്യേഷ്ഠത്തിയാണ് കേട്ടോ മക്കളെ, മൂത്ത വരെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലക്ഷ്മി ദേവി എന്നവരുടെ ചേട്ടത്തിയാണ്, ജേഠാണ് മൂദേവി. അതുകൊണ്ട് നാം സന്ധ്യാനേരത്ത് ദീപം തെളിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മൂദേവിക്കുള്ള ജ്യേഷ്ഠത്തി ആയതുകൊണ്ട് വിളക്ക് തെളിയിച്ച് വെച്ചിട്ടാണ് ഹിന്ദുമത ആചാരപ്രകാരം അവരെന്ത് ചെയ്യുന്നത്, അടുത്ത വീട്ടിൽ സന്ധ്യാദീപം തെളിക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ജേഠെന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠത്തി എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ജേഠ് എന്ന് പറയുന്നത് മാസത്തെക്കുറിച്ചാണ്. അപ്പോൾ കതി തീക്ക് ജേഠ് തക് സൂരജ് ഹർ സുബ ബാലിസ്ത് ഫോർ ചലാങ്ക് മാർത്താ ഹെ. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ത് ചെയ്യുന്നു? ഓരോ ജ്യേഷ്ഠമാസം അടുത്ത മാസം ആ ജ്യേഷ്ഠമാസം വരെയും രാവിലെ സൂര്യൻ ഒരു നിശ്ചിത അകലത്തിൽ പോകുന്നുണ്ട്, എടുത്തു ചാടും. അതായത് അതിന് അങ്ങോട്ടത്തേക്ക് വളരെ നിർബന്ധമായിട്ട് മുന്നോട്ട് പോകും എന്ന് മുത്തശ്ശി പറയുമായിരുന്നു. അതായത് ഇത് പാരമ്പര്യമായിട്ട് പഴയ കാലം മുതലേ നടന്നു വന്നിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് മുത്തശ്ശി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. पंचाचूली से चौखंबा तक पहुंचने में सूरज को पूरे 4 महीने का समय लग जाता है. അതുപോലെ എന്താണ് മക്കളെ പഞ്ചാചൂലിയിൽ നിന്നും ചൗഖംബ പർവ്വതം വരെ എത്താനായിട്ട് സൂര്യന് എത്ര സമയം വേണമെന്നാണ് പറയുന്നത്? 4 മഹീനെ, 4 മാസത്തെ സമയം സൂര്യൻ എടുക്കുന്നു. ലഗ് ജാത്താ ഹെ, എടുക്കാറുണ്ട്. पंचाचूली की 5 बर्फानी चोटियों और चौखंबा के 4 शिखरों के ऐन बीच में ജോ പഹാഡ് നസർ ആ രഹാ ഹെ വഹ് നന്ദ പർവ്വത് ഹെ. അപ്പം നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് നന്ദപർവ്വതം അല്ലേ? നന്ദപർവ്വതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് പഞ്ചചൂലിയിൽ നിന്നും പോകുമ്പോഴേക്കും ബർഫ് എന്ന് പറഞ്ഞാൽ മഞ്ഞാണ് കേട്ടോ. ബർഫാനി ചോട്ടി എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറഞ്ഞ മലകൾ, മഞ്ഞ നിറഞ്ഞ പർവ്വതങ്ങൾ അല്ലെങ്കിൽ കൊടുമുടികൾ എന്ത് ചെയ്യുന്നു? ചൗഖംബയിലെ 4 ശിഖരവും, ചൗഖംബയിലെ 4 കൊടുമുടികൾക്കും ഈ മഞ്ഞ് നിറഞ്ഞ ഈ പർവ്വതങ്ങൾ ചൗഖംബയിലെ 4 കൊടുമുടികൾക്കും ഇൻ ബീച്ച്, അതിന് നേരെ മധ്യഭാഗത്തായിട്ട് ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതമാണ് നന്ദപർവ്വതം. അപ്പം ഇവിടെ മഞ്ഞ് നിറഞ്ഞ 5 പർവ്വതങ്ങൾക്കും ഇടയ്ക്കായിട്ട് ചൗഖംബയുടെ 4 പർവ്വതത്തിനും ഇടയിൽ, അതായത് കിടക്കുന്ന ആ മധ്യഭാഗത്തായിട്ട് കിടക്കുന്ന പർവ്വതമാണ് നന്ദപർവ്വതം. അപ്പോൾ നന്ദപർവ്വതത്തിൻ്റെ സ്ഥലമൊക്കെ പറയുകയാണ്. അപ്പം ഇവിടെ കൂടുതലും ഇതൊരു യാത്രാ വിവരണമാണ്. അപ്പോൾ യാത്രയിലൂടെ നമുക്ക് നേടാൻ പറ്റുന്ന ഒരുപാട് അറിവുകൾ ഇപ്പം നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഗൂഗിളിലൂടെയൊക്കെ സെർച്ച് ചെയ്യും. പക്ഷേ ഗൂഗിളിലൂടെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്ന അറിവിനേക്കാൾ വളരെ വലുതാണ് നാം ഒരു സ്ഥലം വിസിറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്ന അറിവ്. അപ്പോൾ ഇതിലൂടെ യാത്രകളുടെ ഒരു മനോഹാരിത നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിലൂടെ വന്ന് നാം ഒരു പുഷ്പ ഫെസ്റ്റിവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് വരും കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ഓ സൂരജ് പഞ്ചചൂലി സെ ഖിസക് കർ ജബ് നന്ദ പർവ്വത തക് പഹുഞ്ചതാ ഹെ. അപ്പം സൂര്യൻ അവിടെ, സൂര്യൻ എന്ത് ചെയ്യുന്നു? പഞ്ചചൂലിയിൽ നിന്നും പതുക്കെ കിസക്കർ മൂവ് ചെയ്തിട്ട് അവിടെ നിന്ന് നീങ്ങി ജബ് നന്ദപർവ്വത തക് പഹുഞ്ചതാ ഹെ, നന്ദപർവ്വതത്തിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? തോ പഹാഡുമേം ഫ്യോലി കെ പീലെ ഫൂൽ ഖിൽനെ ലഗത്തെ ഹെ. അപ്പം പീലെ പൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞപ്പൂക്കൾ അല്ലേ? മഞ്ഞപ്പൂക്കൾ എന്ത് ചെയ്യുന്നു? വിരിയാൻ തുടങ്ങുന്നു. അപ്പം ഈ സൂര്യൻ ഈ പഞ്ചചൂലിയിൽ നിന്നും പതുക്കെ നീങ്ങി നന്ദപർവ്വതത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ പർവ്വത ഭാഗത്തുള്ള ഹ്യൂംലി എന്ന് പറയുന്ന അവിടുത്തെ ഹ്യൂംലിയിലൊക്കെ എന്ത് ചെയ്യും? ധാരാളം മഞ്ഞപ്പൂക്കൾ വിടരും. അപ്പം ഓരോ സമയം
ആ ഒരു ചില സമയത്ത് മാത്രം വിടരുന്ന പൂക്കൾ ആയിരിക്കും ഇവിടെ സൂചിപ്പിക്കുന്നതൊക്കെ. पहाड़ी ढलानों में पर खूबसूरती से खड़े सीटी नुमा खेतों में गेहूं की हरियाली के बीच बरसों की पीलाई पसर जाती है. അപ്പൊ അതുപോലെ തന്നെ എന്താണ് പഹാഡി ഠലോം പർ പഹാഡി ഠലാനോം പർ അവിടെ അതായത് നാം ഇപ്പോൾ ഈ മഞ്ഞ പൂക്കൾ വിരിയാൻ പോകുന്ന സ്ഥലങ്ങൾ കണ്ട്, അതുപോലെ തന്നെ ഇനിയുള്ളത് ഈ മലപ്രദേശങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ മലപ്രദേശങ്ങൾ നമുക്കറിയാം ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും കൃഷികളും ഒക്കെ നടത്തുന്നത്, തട്ട് തട്ടായിട്ടാണ് കൃഷികൾ നടത്തുന്നത് അല്ലേ, തട്ട് തട്ടായിട്ട് കൃഷികൾ നടത്തും. അപ്പോൾ ഇവിടെയും എന്താണ് തട്ട് തട്ടുകളായിട്ട് ഗോതമ്പ് പാടങ്ങളുണ്ട്, ഗേഹവും വയലുകളുടെ സീറ്റീനുമ അപ്പോൾ ഖൂബ്സൂരത്തീസെ കട്ടി സീറ്റീനും ആ തട്ട് തട്ടായിട്ട് ഓരോ സീറ്റി എന്ന് പറഞ്ഞാൽ പടിയാണ് കേട്ടോ, ഓരോ സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വയലുകൾ നല്ല മനോഹരമായി ഖൂബ്സൂരത്ത് നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ പർവ്വത പ്രദേശങ്ങളിൽ തട്ട് തട്ടായിട്ട് വയലുകൾ വച്ചിട്ടുണ്ട്. ആ വയലുകൾ കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ ഹരിയാലി കെ ബീച്ച് സരസംസെ പീലായി പസർ. അപ്പം അവിടെ എന്താണ് ഗോതമ്പാണ് നട്ടിട്ടുള്ള ഗോതമ്പിൻ്റെ പച്ച നിറങ്ങൾക്കിടയിൽ ഗേഹും കി ഹരിയാലി ഗോതമ്പിൻ്റെ പച്ച നിറങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു, സരസം കി പീൽ പസർ ദാത്തിഹി. അപ്പം ഇതിനിടയ്ക്ക് കടുക് ചെടികളുടെ മഞ്ഞ നിറം കൂടുതലായിട്ട് പസർ ജാത്തിഹി സ്പ്രെഡ് ചെയ്യാറുണ്ട്. സരസോം കി പീലായി എന്ന് പറഞ്ഞാൽ കടുക് ചെടി. അപ്പോൾ കടുക് എണ്ണ നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യൻസിൻ്റെ വളരെ അവരുപയോഗിക്കുന്ന മെയിൻ എണ്ണ കടുക് എണ്ണയാണ് അല്ലേ. അപ്പോൾ കടുക് ചെടികളുടെ ഒരു മഞ്ഞ നിറം അവിടെ വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം എന്ത് ചെയ്യുന്നു, ബസന്ത് ബൗറാനെ ലഗത്തേക്ക്. അപ്പം ഇതിനോടനുബന്ധിച്ച് അടുത്ത് എന്ത് വരുന്നു, നമ്മുടെ സീസൺ വസന്തകാലം എത്തുന്നു എന്നാണ് പറയുക. വസന്തം വിടരാൻ തുടങ്ങുന്നു. അപ്പോൾ വസന്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വസന്തം എന്താണ് മക്കളെ, പൂക്കളുടെ കാലം അല്ലേ. അപ്പം എവിടെയായാലും വസന്തം എന്ന് ഉദ്ദേശിക്കുന്ന പൂക്കൾ തന്നെയാണ്. അയേ ദേഖിയേ അകലെ കണ്ടേക്ക് ഓർ ബസന്ത് ഫൂൽദേയി കാ ത്യോഹാർ ലേക്കർ ആത്താ ഹേ. വസന്തം വരുന്നത് അവിടെ വരുന്നത് എന്താണ്, ഫൂൽദേയിക്ക് അവിടെ വരുന്നത് ഫൂൽദേയിയുടെ ഉത്സവവുമായിട്ടാണ്. അപ്പോൾ വസന്ത ദേവതയുടെ പുഷ്പം ദേവതയുടെ ഉത്സവവുമായിട്ടാണ് അവിടെ ഉത്തരാഖണ്ഡിൽ നമ്മുടെ ലേഖകൻ്റെ സ്ഥലത്ത് എന്ത് വരുന്നത്, വസന്തം എത്തുന്നത്. ദേർ ശാം തക്ക് ബെച്ച് ഫൂൽ ചുൻതേ ഹേ. അപ്പം ഇനി പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ഭാഗമാണ്. കാരണം ഇനി പൂക്കളുടെ ഒരു ഉത്സവത്തിനെ നിങ്ങളെ ലേഖകൻ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അദ്ദേഹവും ഉത്തരാഖണ്ഡിലുള്ളതാണ് അല്ലേ. അപ്പം നമുക്കും അദ്ദേഹത്തോടൊപ്പം ഒന്ന് പോയി നോക്കാം. ദേർ ശാം തക്ക് ബെച്ച് ഫൂൽ ചുൻതേ ഹേ. വളരെ ദേർ ശാം എന്ന് പറഞ്ഞാൽ ശാം, അതായത് വൈകുന്നേരം സന്ധ്യ ഇരുട്ടുന്നത് വരെയും കുട്ടികൾ എന്ത് ചെയ്യുന്നു, പൂക്കളൊക്കെ അവിടുന്ന് പിച്ചിയെടുക്കുന്നു, പെറുക്കിയെടുക്കുന്നു. ഇൻ ഫൂലോം കോ റിങ്കാൽ സെ ബനി ഖാസ് തരഹ് കി ടോക്കരിയോ മേ രഖാ ജാത്താ ഹെ. അതായത് ബാൻസിക്ക് ഏക്ക് പ്രജാതി. ഇവിടെ പറയുന്നത് പൂക്കളൊക്കെ എന്ത് ചെയ്യുന്നു കുട്ടികൾ, ഏക്ക് റിങ്കാൽ എന്ന് പറഞ്ഞാൽ ബാൻസിക്ക് ഏക്ക് പ്രജാതി, അതായത് മുള കൊണ്ട് ബാംസം എന്ന് പറഞ്ഞാൽ ബാംസുരി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കൃഷ്ണനൊക്കെ ഓടക്കുഴൽ വായിക്കുന്ന അല്ലേ, മുളം തണ്ട് കൊണ്ടുള്ള, അതാണ് ബാംസു. അപ്പോൾ ബാംസിക്ക് മുള കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കുട്ടകൾ നിങ്ങൾക്കറിയാം, പൂക്കൾ കളക്ഷനായിട്ട് എടുക്കും. നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുമ്പം മുള കൊണ്ടുണ്ടാക്കുന്ന പൂക്കൂടയൊക്കെ വാങ്ങാറുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള പൂക്കൂടകളിലാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുട്ടകൾ ടോക്കരി കുട്ടകളിലാണ് കുട്ടികൾ പൂക്കളൊക്കെ പെറുക്കിയിടുന്നത്. ടോക്കരിയോം കോ രാത്ത് ഫർ പാനീസെ ഫർ ഗഗരോം കെ ഊപ്പർ രഖാ ജാത്താ ഹെ. എന്നിട്ട് പൂക്കൾ വാടാതിരിക്കണ്ടേ, അതിനെന്താ ചെയ്യുന്നത്, അത് രാവിലെ വരെ വാടാതിരിക്കുന്ന കുട്ടകൾ കൊണ്ടുവന്ന് വെള്ളമൊക്കെ നിറച്ച് അതിൽ പുറത്ത് വെള്ളം അതിന് പൂക്കളിൽ വെള്ളം കുടയില്ല, പക്ഷേ വെള്ളം നിറച്ച കുടങ്ങൾ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പൂക്കൾ കൊണ്ടുവയ്ക്കും. അപ്പോൾ കുടങ്ങളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് പൂക്കളിലേക്ക് പകർന്നു വരും. പൂക്കൾ എന്ത് ചെയ്യും, താക്കി വേ സുബാ തക് മുർച്ച അന്നപ്പായി. രാവിലെ വരെ അവർ മുർച്ച എന്താണ്, വാടുക, നാം പഠിച്ചിട്ടുള്ള മുർച്ചായ ഫൂൽ അല്ലേ. അപ്പോൾ വാടാതെ ഇരിക്കുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വയ്ക്കുന്നത്. സുബഹ് പൗ ഫടത്തെ ഹി ബച്ചോം കി ഡോലിയാം ഗാവ് ഫർ മേ ഘൂംതി ഹെ. എന്നിട്ടോ കുട്ടികൾ രാവിലെ പ്രഭാതമാകുന്നതിന് മുമ്പ്, അതായത് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഓരോ ഗ്രൂപ്പായിട്ട് മാറി ഓരോ ഗ്രൂപ്പായിട്ട്
തിരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ടോലിയോംസെ ഗാവ് ഫർ കൂംബെ കൂംതി ഹെ. ഇതും കൊണ്ട് എന്ത് ചെയ്യുന്നു കുട്ടികൾ, ഗ്രാമം മുഴുവനും കറങ്ങുന്നു. പിछली शाम चुने गए फूल घरों की ദഹരിയാം പർ സജായേ ജാത്തെ ഹെ. എന്നിട്ട് അവരെന്താ മക്കളെ ചെയ്യുന്നത്, പിछली दिन എന്ന് വെച്ചാൽ തലേ ദിവസം, എസ്ട്രഡേ, അവരെന്ത് ചെയ്യുന്നു, അവർ അവിടെ നിന്ന് പിച്ചി കൊണ്ടുവന്ന് പെറുക്കിയൊക്കെ കൊണ്ടുവന്ന പൂക്കൾ കാണും അവരുടെ കയ്യിൽ. അതെല്ലാം എന്ത് ചെയ്യുന്നു, ഓരോ വീടുകളുടെയും എൻട്രൻസ് കൊണ്ടുവന്ന്, എൻട്രൻസിൽ കരോം കി ദേഹരിയും വീടുകളുടെ എൻട്രൻസിൽ കൊണ്ടുവന്ന് സജായെ ജാത്തെ, സജാന അലങ്കരിക്കുക, ഡെക്കറേറ്റ് ചെയ്യുക, അവിടെ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നു. ജിൻകെ ഘരോമേ ഫൂൽ സജായെ ജാത്തെ ഹെ വേ ബച്ചേക്കോ ചാവൽ ഗുണ്ട് ദാൽ ആദി ദേത്തെ ഹെ. അപ്പം ഏത് വീടുകളിലാണോ ഇവർ ഈ പൂക്കൾ കൊണ്ടുവന്ന്, ഇവർ കൊണ്ടുവന്ന് വയ്ക്കുന്നത് സ്വന്തം വീടുകളിലല്ല, മറ്റു പല വീടുകളിലും. അപ്പം ഏതൊക്കെ വീടുകളിലാണോ ഈ കുട്ടികൾ ഈ പൂക്കൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡോറിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്ന ആ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് എന്തൊക്കെ പലജാതി ഫുഡ് ഐറ്റങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. ആ കുട്ടികൾക്കെല്ലാം അവർ പലജാതി ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് സന്തോഷപൂർവ്വം അവരൊരു ദക്ഷിണ കണക്ക് എന്ന് വെച്ചാൽ ആ കുട്ടികളോടുള്ളൊരു സന്തോഷത്തിൻ്റെതായിട്ട് അവർ പകരം കൊടുക്കുന്നു. എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, കൊടുക്കുന്നത് ചാവൽ, അരി കൊടുക്കുന്നു. പിന്നെ ഗുണ്ടെന്നൊക്കെ പറയും നമ്മുടെ ഗുഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ശർക്കര അല്ലേ, ഗുഡെന്ന് പറഞ്ഞാൽ ശർക്കരയാണ്. ദാൽ, അതുപോലെ ദാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പരിപ്പ്. അപ്പോൾ കുട്ടികൾ കൊണ്ടുവന്ന് ഈ പൂവ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് പണമല്ല കൊടുക്കുന്നത്, എന്തൊക്കെ കൊടുക്കും മക്കളെ, ചാവല്, ഗുഡ്, ദാൽ അല്ലേ, അരിയും ശർക്കരയും പയറും പരിപ്പും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. പിന്നെയോ ദക്ഷിണാമേ മിലി ഏഹ് സാമഗ്രി പൂരെ 21 ദിൻ തക് ഇക്കട്ടാ കി ജാത്തി ഹെ. പിന്നെ എന്താണ്, ദക്ഷിണ, കുട്ടികൾക്ക് ഇത് ഒരു ദക്ഷിണ ആയിട്ടാണ് കിട്ടുന്നത്. കുട്ടികൾക്ക് ഇതിനൊരു ദക്ഷിണയായിട്ട് കിട്ടുന്നുണ്ട്. ഈ വസ്തുക്കളെല്ലാം കുട്ടികൾ എന്ത് ചെയ്യുന്നു, എല്ലാം ഒരു ദിവസം കൊണ്ടൊന്നും ഇത് നിർത്തുന്നില്ല. അവർ 21 days 21 ദിൻ 21 days അവരെന്ത് ചെയ്യുന്നു, ഇതേ രീതിയിൽ ഓരോ വീട് കളക്ട് ചെയ്യുക, വീടുകളിൽ കൊണ്ടുവന്ന് ഡെക്കറേറ്റ് ചെയ്യുക, ഈ അവർക്ക് കിട്ടുന്ന ദക്ഷിണ സ്വീകരിക്കുക. ഇത് അവർ ഒരു 21 ദിവസം ഈ ഒരു പ്രക്രിയ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഫൂൽദേയി കി ബിദായി കെ സാത്ത് ബസന്ത് കാ യേ ഉത്സവ് സമാപ്ത് ഹോ ജാത്താ ഹെ. അപ്പോൾ ഇതിനെല്ലാം ലാസ്റ്റ് 21 ദിവസം കഴിയുമ്പോഴേക്കും ഈ ഉത്സവം സമാപിക്കും. ഈ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എത്തും. അപ്പോഴവരെന്ത് ചെയ്യും, കളക്ട് ചെയ്തിരിക്കുന്ന വസ്തുക്കളെല്ലാം എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവർ ഈ ഉത്സവം സമാപ്തം ആകുന്നത് ഈ 21 ഡേയ്സിലെ കുട്ടികളുടെ പ്രവർത്തനങ്ങളെല്ലാം കഴിയുമ്പോഴേക്കും ഉത്സവം സമാപ്തമാകുന്നു. ഈ ലാസ്റ്റ് ദിവസമാണ് ഫൂൽദേയി കി ബിദായി, അതായത് ലാസ്റ്റ് ദിവസമാണ് ഏറ്റവും വലിയ ഉത്സവമായിട്ട് അവർ കൊണ്ടാടുന്നത്. നോക്കൂ മക്കളെ, अंतिम दिन तक इकट्ठी गई सामग्री से സാമൂഹിക ഫോജ് ബനായ ജാത്ത. അപ്പോൾ ഈ കുട്ടികൾ കളക്ട് ചെയ്ത് ഓരോ 21 ഡേയ്സ് കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ കയ്യിലുള്ള നിങ്ങൾ കണ്ടതാണല്ലേ. എന്താ മക്കളെ പിന്നെ കുട്ടികൾ ചെയ്യുന്നത്, ഈ ഇക്കട്ടി ഗി കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം എന്തൊക്കെയായിരുന്നു കുട്ടികൾ കളക്ട് ചെയ്തത്, അരിയും ശർക്കരയും പയറും പരിപ്പും ഒക്കെ എന്ത് ചെയ്യുന്നു, അതുകൊണ്ട് സാമൂഹിക ഭോജൻ എന്താണ്, സമൂഹ സദ്യ നടത്തുന്നു. ഈ ആയോജൻ में बड़े की भूमिका केवल सलाह देने तक सीमित होती है. എന്നിട്ട് ഈ സമൂഹ സദ്യയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് മക്കളെ, അപ്പോൾ ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ഈ ഒരു സമൂഹ സദ്യയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, അത് മറ്റൊന്നുമല്ല, എല്ലാ സ്ഥലത്തും സദ്യ ഉണ്ടാക്കുന്നത് വലിയ ആൾക്കാരാണ്. ഇവിടെ പക്ഷേ ഈ സദ്യ ഉണ്ടാക്കുന്നത് കൊച്ചു കുട്ടികളാണ്. വലിയ ആളുകൾക്ക് എന്താണ് അവിടുത്തെ റോള്, അവരുടെ റോള് ആയോജൻ ബെഡോം കി ഭൂമിക കേവൽ സലാഹ് ദേന, അതായത് മുതിർന്നവർ വലിയ പ്രായമായവർക്ക് ആകെ ഇവിടുത്തെ റോൾ എന്താണ്, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നത് മാത്രമാണ്. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് കുട്ടികളാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാക്കി സാരേക്കാം ബെച്ചേ കർത്തേ ഹേ, ബാക്കി എല്ലാ കാര്യം കുട്ടികൾ ചെയ്യും. ഉത്തരാഖണ്ഡ് के ഹിമാലയി അഞ്ചൽ में ഫൂൽദേയി സെ ബെഡാ ബച്ചോം കാ കോയി ദൂസരാ ത്യോഹാർ നഹീം ഹേ. അപ്പോൾ ഇവിടെ നമ്മുടെ ലേഖകൻ പറയുന്ന ഉത്തരാഖണ്ഡിലെ ഈ ഹിമാലയ പ്രദേശത്തുള്ള ഫൂൽദേയി ഉത്സവത്തെക്കാൾ വലുതായിട്ട് കുട്ടികളുടെ ഒരൊറ്റ ഫെസ്റ്റിവലും ഇല്ല എന്ന് തന്നെയാണ് ലേഖകൻ തീർത്ത് പറയുന്നത്. ഇപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കും അത് ഏകദേശം മനസ്സിലായി കാണും. उधर बच्चे फूलदेई के जश्न में शामिल होते हैं और इधर बड़े ढोल ढमाऊ में थाप पर चैती गीत गाते हैं.
അല്ലേ? അപ്പം നോക്കൂ, അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? പുഷ്പദേവതയുടെ ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ കുട്ടികൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മുതിർന്നവരൊക്കെ എന്ത് ചെയ്യുന്നു? അഞ്ചൽക്ക് ഫൂൽദേയി ബെഡാ ബെച്ചോ എന്ന് പറഞ്ഞ് കുട്ടികളിൽ അല്പം മുതിർന്ന അവരെന്ന് കോയി ദൂസര ത്യോഹർ നഹി ഹെ, അല്ലെ? കുട്ടികളിൽ വലിയ ഉത്സവമില്ല എന്ന് നാം പറഞ്ഞു. പിന്നെയോ ഉദർ ബെച്ചെ ഫൂൽദേയിക്ക് ജസ്നിമേ ഷാമിൽ ഹോത്തെ ഹെ, അവിടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഫൂൽദേയിയുടെ ഈ ഉത്സവത്തിൽ എന്ത് ചെയ്യുന്നു? പങ്കെടുക്കുന്നു. അവർ ഇതർ ബെഡെ, ഇവിടെ എന്ത് ചെയ്യുന്നു? വലിയ ആൾ. അപ്പം കുട്ടികൾ അവിടെ സമൂഹ സദ്യയും മറ്റതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെ വലിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? ടോൾ ടമാവു എന്ന് പറഞ്ഞാൽ വാദ്യ ഉപയോഗങ്ങളാണ്, ചെണ്ട പോലുള്ള വാദ്യങ്ങൾ. അതിൻ്റെ അകമ്പടിയോടുകൂടി മൗക്കി താപ്പപ്പർ, അതിൻ്റെ അകമ്പടിയോടുകൂടി ചൈത്തി ഗീത്ത് ഗാത്തേഹേം. അപ്പം അതോടൊപ്പം ചൈത്തി ഗീത്ത് മാനെ ചൈത്രഗീതം, ആ ഒരു ചൈത്രമാസത്തിലെ പാട്ട്, അല്ലേ? അത് അവർ പാടുന്നു. ഇൻ ഗീതോമേ പാണ്ഡവം കി ഹിമാലയ യാത്രയ്ക്ക് കിസ്മേ ഹോത്തേ ഹി. അപ്പം ഈ പാട്ടുകളിൽ എന്തൊക്കെ വരുന്നു? പാണ്ഡവർ ഹിമാലയത്തിൽ പോയ കാര്യങ്ങൾ അതിനകത്ത് വരും. അവർ പഹാഡിക്ക് വീരോം കെ ശൗര്യഗാഥായും, അതുപോലെ പർവ്വതങ്ങളിൽ ഭരിച്ചിട്ടുള്ള പല രാജാക്കന്മാരുടെയും, അതായത് വീരന്മാരുടെ പല വീരഗാഥകളും അവർ ഷാമിൽ ഹോത്തി. ഇതെല്ലാം അതിനോടൊപ്പം ചേരുന്നു. പരമ്പരാഗത രൂപസെ ചൈതി ഗീത് ഗാനെ വാലെ ഔജി ജബ് ഗാവ് മേ ധമക്തേ ഹെ തോ വഹാം ഭീഡ് ജം ജാത്തി ഹെ. പിന്നെയോ മക്കളെ, ഈ പാട്ടുകളിൽ നിങ്ങൾ കണ്ടു ഹിമാലയ യാത്രകളും പാണ്ഡവരുടെ ഹിമാലയത്തിൽ പോയ കഥകളും അതോടൊപ്പം ഭരിച്ച രാജാക്കന്മാരുടെ വീരകഥകളും ഒക്കെ ഉൾപ്പെടുത്തിയിരുന്നു, അല്ലേ? അതുപോലെ ഈ പാരമ്പര്യമായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ചൈത്രഗീതം ഇവിടെ പാടുമ്പോൾ എന്ത് ചെയ്യുന്നു? പാടുന്ന ഒരു വിഭാഗമുണ്ട്, അതാണ് ഔജികൾ എന്ന് പറയുന്ന. അവരെന്ത് ചെയ്യുന്നു? ആ ഗ്രാമത്തിൽ ഇറങ്ങുമ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ കേൾക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ പാണന്റെ പാട്ടുകൾ? അതുപോലെ തന്നെയാണ് ഇവിടെ പാട്ട് പാടുന്ന ഒരു വകഭേദമാണിവർ. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവരെ കാണുമ്പോൾ അവരെ കൂട്ടത്തിനോടൊപ്പം ആളുകൾ കൂടി ചേരുന്നു. വസന്തമേ സംഗീതക്കെ സുരുധുൽ ജാത്താ ഹെ. അതുപോലെ പിന്നെ എന്താണ്? അപ്പോൾ ഇവിടെ ഈ ആളുകൾ പാടുമ്പോഴേക്കും വസന്തം ശരിക്കും ആ സംഗീതത്തിൽ അങ്ങ് ചേരും കണക്ക് നമുക്ക് തോന്നുന്നു. കാരണം ഇത് ശരിക്കും അവർക്ക് അത്രത്തോളം സന്തോഷം നൽകുന്ന ഒരു ഉത്സവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്, അല്ലേ? അപ്പം നാം കാണുന്നത് എന്താണ്? ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശത്ത് നടക്കുന്ന ഒരു വലിയ മകരസംക്രാന്തിക്ക് ശേഷം നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഏകദേശം ഒരു പിക്ചർ നമ്മുടെ മനസ്സിലിപ്പോൾ എത്തിക്കഴിഞ്ഞു, അല്ലേ? മനോഹരമായ ഒരു ചിത്രം തന്നെയാണ്. ബസന്തിക്ക് ഗുൻഗുനി ധൂപ് ജബ് ദോപഹരി മേ തപാനി ലഗത്തി ഹെ. അപ്പോൾ വസന്തത്തിൻ്റെ ഗുൻഗുനി ധൂപ്, ഗുൻഗുനി എന്ന് പറഞ്ഞാൽ ചെറിയ മൂളൽ പോലെയുള്ള ഒരു വെയിൽ, ധൂപ് വെയിൽ എന്ത് ചെയ്യുന്നു? ജബ് ദോപഹരിമേ തപാനെ ലഗത്തി ഹെ. അതെന്ത് ചെയ്യുന്നു? ഉച്ച കഴിയുമ്പോഴേക്കും തപാനെ എന്ന് വെച്ചാൽ അതിന് ചൂട് അങ്ങ് കൂടുന്ന രീതിയിലേക്ക് എത്തുന്നു. തബ് ഊജെ ഹിമാലയ ശിഖരവും പർ ബുറാംസ് ചട്ടക്കിനെ ലഗത്തെ ഹെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? മുകളിൽ ഹിമാലയത്തിൻ്റെ മുകളിൽ, കൊടുമുടിയുടെ മുകളിൽ എന്ത് ചെയ്യും? ബുരാംസ് ചടക്കിനെ ലഗത്തെ ഹെ. ബുരാംസ് എന്ന് പറയുന്ന പൂക്കൾ പൊട്ടി വിരിയാൻ തുടങ്ങുന്നു. ബുരാംസ് എന്ന് പറയുന്ന ഒരു പൂക്കളാണ്. ബുരാംസൊക്കെ ഫൂൽ പഹാഡോം പർ ശാൻദാർ ലാലിമ ബിച്ചാത്തെ ഹെ. ഈ പൂക്കൾ, ബുരാംസിൻ്റെ പൂക്കൾ അങ്ങോട്ട് വിരിഞ്ഞു വന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ പൂക്കളിന് നല്ല ചുവപ്പ് കളറാണ്. ആ ചുവപ്പ് എന്ത് ചെയ്യുന്നു? വെയിൽ തട്ടി അവിടെ മൊത്തം ആ ചുവപ്പിൻ്റെ ഒരു നിറം കൊണ്ട് നിറയുന്നു. മകർ സംക്രാന്തി സെ തപതാ സൂരജ് അബ് നന്ദാ പർവ്വത സെ ചൗഖംബ പർവ്വത കി ഓർ ബെഠനെ ലഗത്താ ഹെ. അപ്പം ഇപ്പം നമുക്കറിയാം മകരസംക്രാന്തി മുതൽ ഈ സൂര്യൻ എന്ത് ചെയ്യും? നന്ദപർവ്വതത്തിൽ നിന്ന് അടുത്ത് എങ്ങോട്ട് പോകുന്നു? ചൗഖംബ പർവ്വതത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്, അല്ലേ? ഗംഗാമേ പാനിക്ക് ധാര തേസ് ഹോത്തി ഹെ. ആ സമയത്ത് ഗംഗയിലെ വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു? നല്ല ശക്തമായ ഒഴുക്കും ഉള്ളതാണ്. പാനിക്ക് ധാര തേസ് എന്ന് പറഞ്ഞാൽ ശക്തമായ ഒഴുക്കുമുണ്ട്. ठंड के मौसम में बर्फीले इलाकों से निचले इलाकों में उतरे पशु चारक वापस घरों को लौटने लगते हैं. എന്നിട്ടോ നല്ല എങ്ങനത്തെ ഗംഗാമേ പാനിക്ക് ധാര തേസ് ഹോത്തി ഹെ. ടണ്ട് കെ മൗസം, ടണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല തണുത്ത സീസൺ, അല്ലേ? തണുത്ത സീസണിൽ നിന്ന് ബർഫീലിക്ക് ഇലാക്ക, അവിടെ നിന്ന് മഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്കും എന്ത് ചെയ്യുന്നു? അതുപോലെ നിച്ചലെ ഇലാക്കും, നിച്ചലെ എന്ന് പറഞ്ഞാൽ താഴ്വാര പ്രദേശത്തേക്കും എന്താണ്? ഉത്തരെ പശുചാരക് എന്ന് പറഞ്ഞാൽ കാലി പശുവിനെയൊക്കെ വളർത്തുന്ന, മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? തിരിച്ച്
തിരിച്ച് ഖരോംകെ ലൗട്ട്നെ ലഗത്തേക്ക്, അപ്പോൾ തിരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രകൃതിയെ ശരിക്കും വർണ്ണിക്കുകയാണ്. മഹീനോം തക്ക് ഫൈലെ ചരാഗാഹും അതുപോലെ ഖനവും ജംഗലും और अनजान बस्तियों में फड़कने बाद अपने घर लौटने की खुशी उत्सव का माहौल രച ദേത്തി ഹെ. അപ്പം ഇവിടെ പറയുന്നത് എന്താണ്? അപ്പം നിങ്ങൾ ആ കാലി അതായത് കാലികളെ മേയ്ക്കുന്ന ആൾക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അല്ലേ? തണുപ്പിൽ നിന്നും മഞ്ഞിലേക്ക് മാറുന്നു, ആളുകൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഇനി എന്താണ് മക്കളെ പറഞ്ഞത്? മഹീനോം തക്ക്, മാസങ്ങൾ കണക്കിന്, മാസങ്ങളോളം എന്ത് ചെയ്യുന്നു? മഹീനോം തക്ക് ഫൈലെ ചരാഗോഹും കനേജഹരോ അവർ അഞ്ചാൻ ബസ്തിയും. അപ്പം മാസങ്ങളോളം ഈ ഇവിടെ കാണുന്ന വളരെ വിസ്തൃതിയുള്ള കാലികളെയൊക്കെ മേയ്ക്കുന്ന സ്ഥലങ്ങളും അതോടൊപ്പം തിക്കായിട്ടുള്ള കാടുകളും കാണും. അതുപോലെ പിന്നെ എന്താണ്, ശരിക്കും നമുക്ക് അത്ര പരിചിതമല്ലാത്ത വീടുകളും, അഞ്ചാനെ ബസ്തിയും, അഞ്ചാൻ എന്ന് പറഞ്ഞാൽ പരിചിതമല്ലാത്ത, നമുക്കറിയാത്ത വീടുകളിലേക്കും ഒക്കെ അലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ഫടക്കിനേക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ചുറ്റിക്കറങ്ങിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? ചുറ്റിക്കറങ്ങിയതിന് ശേഷം അപ്പനേക്കാർ ലൗട്ടിനേക്ക് ഖുഷി ഉത്സവക്ക മഹോൽ രചിതെത്തിഹെ. അപ്പം ഇങ്ങനെ നടക്കുന്ന ഒരുപാട് കാലികളെയൊക്കെ മേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വന്തം വീട് വിട്ടവർ, നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു അല്ലേ? എത്തുന്ന ഒരു പ്രത്യേകത കൂടി ഈ ഉത്സവത്തിനുണ്ട്. അപ്പം അത് കൂടി ഈ ഉത്സവത്തിന് എന്ത് ചെയ്യുന്നു? വളരെയധികം മഹോൽ രചിത്, സന്തോഷം നിറയ്ക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പം നമ്മളായാലും കുറേ നാൾ വീട് വിട്ട് നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും. അതിങ്ങനെ ഒരു ഉത്സവ സീസണും കൂടാകും, സ്വാഭാവികമായി ആ സന്തോഷത്തിൻ്റെ അളവ് കൂടും. അതാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. വേ ഗീത് ഗാത്തേഹേം നാച്ചത്തേഹേം, ആ സന്തോഷം അവർ എങ്ങനെയൊക്കെ ചെയ്യുന്നു? പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, ഒക്കെ അവർ ആ രീതിയിലൂടെയൊക്കെ അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പശു ചാരകോം കെ സാത്ത് ഉൻകി ഫേഡ് ബെക്കരിയാം കോടെ കച്ചർ ഓർ കുത്തേ ഭി ഹോത്തേ ഹേം. പിന്നെയോ മക്കളെ, നാം ഇവിടെ കാണുന്ന ജീവിത രീതിയല്ല അവർ ഈ മൃഗങ്ങളുടെ വളർത്തുന്നതോടൊപ്പം അവരുടെ കൂടെ അവരുടെ ഷീപ്പുകൾ, ചെമ്മരിയാടുകൾ കാണും കേട്ടോ, ചെമ്മരിയാടുകൾ കാണും. പിന്നെയോ അല്ലാതെയുള്ള സാധാരണ ആടുകൾ, കുതിരകൾ, പിന്നെ കോവർ കഴുതകൾ എന്ന് വേണ്ട, അതിനോടൊപ്പം നായകൾ വരെ ഉണ്ട്, പട്ടികളെ വരെ അവർ കൂടെ കൊണ്ട് നടക്കാറുണ്ട്. അപ്പോൾ അതായത് പശുചാരവും കെ സാത്ത് ഫേഡ് ഷീപ്പ്, ബെക്കരിയാം ആട്, കോടെ കുതിര, കച്ചർ കോവർ കഴുതിയാണ് കേട്ടോ, അത് മിക്സിങ് ആയിട്ടുള്ളത്. അതുപോലെ കുത്തേഫി ഹോത്തേഹി എല്ലാം ഉണ്ട്. രാസ്തേ മേ ആനെ വാലെ ഗാവും സെ ഉൻകാ ലേൻ ദേൻ ഫിർ ഹോത്താ രഹത്താ ഹെ. ഇനി അവരെന്ത് ചെയ്യുന്നു? അവർ ദൂരെയാണ് അവർ ഇതിനെയൊക്കെ മേയ്ക്കാനായിട്ട് പോയിരിക്കുന്നത്. തിരിച്ചവർ വരുമ്പോൾ ആ വഴിയിലുള്ള ഗ്രാമങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? ലേൻ ദേൻ, കൊടുക്കലും വാങ്ങലും ഒക്കെ നടക്കുന്നുണ്ട്. वे जानवरों के साथ साथ कीड़ा जड़ी करण और चुरू जैसी दुर्लभ हिमालय വേ ജാൻവരോം കേസ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ അവർ മൃഗങ്ങളോടൊപ്പം, അവർ എന്താ മക്കളെ? മൃഗങ്ങളോടൊപ്പം മൃഗങ്ങളോടൊപ്പം കീടാജടി, കരൺ, ചുരു തുടങ്ങിയ ഹിമാലയങ്ങളിലെ ദുർലഭമായ വേരുകളും മരുന്നും ഒക്കെ അവർ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. ജഡീവ ഔഷധീയം ഭി ബേച്ചത്തെ. അപ്പോൾ ഇവർ ഹിമാലയ പ്രദേശം വരെയാണ് ഈ കന്നുകാലി മേക്കലിനേക്ക് ദിവസങ്ങളോളം നടക്കുന്നത്. അപ്പോൾ അവർക്ക് പല മെഡിസിനുകളെ കുറിച്ചും അറിയും. ഇതെല്ലാം അവർ തിരിച്ചു വരപ്പോൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഇവരുടെ വരവ് കാത്ത് ഈ വരുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവിടെ നിന്നുള്ള പല മെഡിസിൻസും ആളുകൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ നിന്നും വാങ്ങാറുണ്ട്. അതാണ് ഇവിടെ ലേഖകൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ഗാവോം സെ ഇൻകാ സദിയാം കാ റിശ്താ ഹെ, ഇസ്ലിയെ ഉസി വക്ത് പൂരി കീമത്ത് ചുകാന ജരൂരി നെഹി ഹോത്ത. അപ്പം ഇവിടെ എന്താണ്? ഈ ഗ്രാമങ്ങളുമായിട്ട് ഇവർക്ക് നൂറ്റാണ്ടുകളുടെ സെഞ്ചുറീസിൻ്റെ തന്നെ വളരെയധികം റിലേഷൻ ഉണ്ട്. അതായത് ഇവർ ഈ സ്ഥിരമായി ഇങ്ങനെ പോകുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? ഇതേപോലെ വരുന്നു. അപ്പോൾ ഈ ഗ്രാമങ്ങളുമായിട്ട് അവർക്ക് അത്രത്തോളം ബന്ധമുണ്ട്. അല്ലാതെ ഇവരെ വെറും യാത്രക്കാരായി നിങ്ങൾ കരുതേണ്ടതില്ല എന്നാണ്. ഇസ്ലിയെ വക്ത് പൂരി കീമത്ത് ചുക്കാന സെരൂരി നെഹി ഹോത്തി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഈ വരുമ്പോൾ ഇവരെ കയ്യിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റ്
കിട്ടുമ്പോഴേക്ക് വാങ്ങിക്കുന്നത് പോലെ മുഴുവൻ പൈസയും അപ്പോൾ തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ കയ്യിലുള്ളതനുസരിച്ച് കൊടുത്താൽ മതി. വീണ്ടും അവരെ കാണുന്ന സമയത്ത് വീണ്ടും അടുത്ത വരവിന് അവർക്ക് ബാക്കി പൈസ കൊടുത്താൽ മാത്രം മതിയാകും. ബർഫീലെ मौसम में निचले इलाकों की और जाते वक्त पुरानी वसूली की जाती है. എന്നിട്ട് എന്ത് ചെയ്യുന്നു, മഞ്ഞുകാലമാകുമ്പോൾ, തണുപ്പ് കാലമല്ല മഞ്ഞുകാലമാണ്, മഞ്ഞുകാലമാകുമ്പോഴേക്കും താഴ്വാരങ്ങളിലേക്ക് പോകുമ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു, ആദ്യം ഉണ്ടായിരുന്ന കടമൊക്കെ, ആദ്യം കൊടുക്കാനുള്ള പൈസയൊക്കെ പിന്നെ കൊടുത്ത് തീർക്കുന്നു. मासे की बात है कि नकद उधार के ആങ്കട് കहीं ദർജ് നഹി ഹോത്തെ. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക അല്ലേ. ഇവിടെ പറയുന്നത് അതിൻ്റെ രസം ഇതൊന്നുമല്ല. എന്താണ് മക്കളെ? അപ്പം രൊക്കമായിട്ട്, അതായത് ഫുള്ളായിട്ട് നമുക്കൊരു കാര്യത്തിന് എന്ത് ചെയ്യും, നമ്മൾ ഫുള്ളായിട്ട് ഒരു പൈസ ഫുള്ളും കൊടുത്ത് അടയ്ക്കുന്ന, ആ ഫുള്ള് കൊടുത്താണ് പൈസയുടെയോ അല്ലെങ്കിൽ നാം ഇട്ടിരിക്കുന്ന ബാലൻസ് പൈസയുടെ കണക്കുകളൊന്നും ഇവരെന്താണ് സൂക്ഷിക്കാറില്ല അല്ലേ. അപ്പം മസേക്ക് രസകരമായിട്ടുള്ള കാര്യം ഇത് തന്നെയാണ്. നക്കത് ഉധാർ, അത് കടം വാങ്ങിയ കണക്കുകൾക്ക് ആക്കടേക്ക് ദർജെ നഹി ഹോത്തെ. അവരെന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കണക്കുകൾ, ഇനി അവർ ഇത്ര രൂപ തരാറുണ്ട്, ഇവർ ഇത്ര രൂപ തരാറുണ്ട്, അല്ലെ അവർക്ക് ഇത്ര രൂപ അങ്ങോട്ട് കൊടുക്കാറുണ്ട് എന്നൊന്നും അവർ എഴുതി സൂക്ഷിക്കാറില്ല. അതാണ് ഇതിലെ രസകരമായ കാര്യമെന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പം പകരം എന്താ മക്കളെ ഉള്ളത്? ആപ്പസി വിശ്വാസ്, പരസ്പര വിശ്വാസം അല്ലേ, അതാണ് ഉള്ളത്. ആപ്പസി വിശ്വാസക്കെ ദംപർ വർഷോം സെ യഹാം യഹ് ചൽ ലേൻ ദേൻ ചൽ രഹാ ഹെ. അതായത് ഈ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പേരിൽ അല്ലേ, പരസ്പര വിശ്വാസത്തിൻ്റെ പേരിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും, ഈ ആദാൻ പ്രദാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഒരു മാറ്റവുമില്ല. അപ്പോൾ അത്രത്തോളം പരസ്പര വിശ്വാസം അവർ തമ്മിൽ, ആ ആളുകളും ഇവർ തമ്മിലുള്ള ഈ പശുചാരകന്മാരും തമ്മിലുണ്ടെന്നാണ് ലേഖകൻ പറയുന്നത്. പശുചാരകം കെ ജथे जब गुजर जाते हैं तब गाँव की जड़ में बहती गंगा से सड़कर बनी സർപ്പീരി സടക്ക് പർ ഹൽചൽ ബെഡ് ജാത്തി ഹെ. അപ്പം ഇവിടെ മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാർ, പശുമാനെ മൃഗങ്ങളാണ് കേട്ടോ, എല്ലാ മൃഗങ്ങളും അതിൽ ഉൾപ്പെടും. അതാണ് പശു എന്ന് പറയുന്നത്, അല്ലാതെ മലയാളത്തിലെ പശു അല്ല. പശുചാരകം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ വളർത്തുന്ന ആൾക്കാരെന്ത് ചെയ്യുന്നു, അവർ തത്തേ ജബ് ഗുസർഗാത്തെ, അവർ കൂട്ടത്തോടു കൂടിയാണ് പോകുന്നത് അല്ലേ, അവർ ഗ്രൂപ്പായിട്ട് അതിൽ വഴി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, തബ് ഗാവിക്ക് ജഡ്മേ ബഹത്തി ഗംഗ. അപ്പം അവിടെ ഗ്രാമത്തിന് താഴെ കൂടെ ഒഴുകുന്ന ഗംഗാനദിയോട് സഡക്കർ ബെനി സർപ്പീലി സടക്ക്, ആ ഗംഗാനദിയോട് നിയറായിട്ട് പാസ്സായിട്ട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള സർപ്പീലി സടക്ക്, സർപ്പത്തിൻ്റെ ആകൃതി, സ്നേക്കിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള റോഡ്, ആ റോഡിൽ എന്താണ് ഹൽച്ചൽ എന്ന് പറഞ്ഞാൽ ഒരു ആളുകളുടെ ഒരു ആരവം, ബഹളം, ഇവർ പോകുന്ന ബഹളം, ആ ബഹളം ബഡ് ജാത്തിഹി, അത് വർദ്ധിക്കുന്നു, അതായത് അത് കൂടുന്നു. ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി और यमुनोत्री की ओर आने वाली पैदल यात्री धामों के कपाट खुलते ही काफ़ी പകലെ ആനെ ലഗ് ജാത്തേ ഹെ. അപ്പോൾ അവിടെ ഉള്ള തീർത്ഥാടന സ്ഥലങ്ങൾ നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ബദ്രീനാഥും കേദാർനാഥും ഗംഗോത്രി യമുനോത്രിയും ഒക്കെ അല്ലേ. ഇവിടങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, ആൾക്കാർ നടന്ന് വരാറുണ്ട്. ആ യാത്രക്കാരെന്ത് ചെയ്യുന്നു, ഈ പിൽഗ്രിം സ്ഥലങ്ങളിൽ, അതായത് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലെല്ലാം അവിടുത്തെ ഡോറുകൾ തന്നെ തുറക്കുന്നതിന് തുമ്പേ തന്നെ എന്ത് ചെയ്യുന്നു, വരാൻ തുടങ്ങുന്നു. അതായത് അവിടെ വന്നവർ ക്യൂ ആയിട്ട് നിൽക്കും. യാത്രി താമുംകി കപാട് മാനെ കവാടം കുല്ല തുറക്കുന്നതിന് മുമ്പ് കാഫി പകലെ, വളരെ മുമ്പേ തന്നെ അവരവിടെ വന്ന് ഹാജരായി നിൽക്കാറുണ്ട്. സുദൂർ ദക്ഷിൺ സെ ആനെ വാലെ മഹാത്മാ കൈ ബാർ ഹമാരെ ഗാവ് തക് ആ ജാത്തെ ഹെം. അതുപോലെ എന്ത് ചെയ്യുന്നു, പിന്നെ എന്താ പറയുന്നത്, സുദൂർ എന്ന് പറഞ്ഞാൽ വളരെ ദൂരം, വളരെ ദൂരത്ത് നിന്നും, അതുപോലെ ദക്ഷിൺ എന്ന് പറഞ്ഞാൽ സൗത്തിൽ നിന്നും വരുന്ന മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു, കൈബാർ മാനെ പല പ്രാവശ്യം ഹമാരെ ഗാവ് തക് ആ ജാത്തെ, നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു. അപ്പം അങ്ങനെയുള്ള മഹാത്മാക്കൾ നമ്മുടെ ഗ്രാമത്തിൽ സ്ഥിരമായി വരാറുണ്ട്. ഇവിടെ നിന്ന് സൗത്ത് ദേശത്ത് നിന്നും വരാറുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്.
ഉൻകെ ഹാത്ത് മേ ഏക് താര ഹോത്തെ ഹിം, അവരുടെ കൈകളിൽ എന്തുണ്ട്? ഏക് താര. ഏക് താര എന്ന് പറയുന്നത് ഏക് താര എന്ന് പറഞ്ഞാൽ ഒരു കമ്പി കൊണ്ട്, ഒറ്റ കമ്പി കൊണ്ട്. ഏക് താര നിങ്ങൾ ചിത്രത്തിലൊക്കെ കണ്ടു കാണും, ഒറ്റ കമ്പി കൊണ്ട് വായിക്കുന്ന വാദ്യോപകരണമുണ്ട്, അതിനെയാണ് ഏക് താര എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ ഈ ഇങ്ങനെ ഒരു സ്ട്രിങ് വെച്ച് ഉപയോഗിക്കുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് കാണും. അത് അവ എപ്പോഴും ഈ വരുന്ന ആൾക്കാരെ കയ്യിൽ, അവർ ഉസ്കെ സംഗീത് പർ വേ ഭജൻ ഗാത്തെ ഹെ, അത് എന്ത് ചെയ്യുന്നു, അതിലൂടെ അവരെന്ത് ചെയ്യുന്നു, ഭജൻ പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു ഈ പാമ്പാട്ടി അവരുടെയൊക്കെ അങ്ങനെ പാട്ട് പാടുന്ന അവരും വച്ചിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് സ്ട്രിങ് ഇതാണെന്ന് തോന്നുന്നു. ബദ്രീനാഥ് ഔർ കേദാർനാഥ് के मुख्य पुजारी आज भी दक्षिण भारत से नियुक्त होते हैं. അതുപോലെ എന്താ മക്കളെ, ബദ്രീനാഥ് അവർ കേദാർനാഥ്, ബദ്രീനാഥിലെയും അതുപോലെ കേദാരിനാഥിലെയും മുഖ്യ പൂജാരി എന്ന് വെച്ചാൽ മെയിനായിട്ട് പൂജ നടത്തുന്ന വ്യക്തി ആജിഫി ദക്ഷിൺ ഭാരതസെ നിയുക്ത ഹോത്തെ, ഇന്നും അവരെ നിയമിക്കുന്ന, അവരെ അപ്പോയിന്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ദക്ഷിൺ ഭാരതസെ, ദക്ഷിണേന്ത്യയിൽ നിന്നുമാണ്. അപ്പം അതൊരു പ്രത്യേക അറിവ് തന്നെയാണ്. സൂരജ് ജബ് ചൗക്കമ്പ പർവ്വതയ്ക്ക് ടീക്ക് പീച്ചെ സെ ഉദയ് ഹോനെ ലഗത്താ ഹെ തബ് ജേട്ട് ശുരു ഹോ ജാത്താ ഹെ. അപ്പം സൂര്യൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ചൗക്കമ്പ പർവ്വതത്തിൻ്റെ കൃത്യമായിട്ടുള്ള ബാക്ക് ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഉദിക്കാൻ തുടങ്ങുന്നു. അവിടെ നിന്ന് ഉദയ് ഹോന, അവിടെ നിന്നും ഉദിക്കാൻ തുടങ്ങുന്നു. ഉദിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്നു? ജ്യേഷ്ഠം, അതായത് ജ്യേഷ്ഠമാസം, വലിയ മാസം, മൂത്തവനായ മാസം ശുരു ഹോത്താഹെ, ആരംഭിക്കാൻ തുടങ്ങുന്നു. പഹാഡിക്ക് സടക്കും ഗാഡിയും സെ ഫർ ജാത്താ ഹെ, ആ സമയത്ത് എന്താ മക്കളെ സംഭവിക്കുന്നത്? പർവ്വതത്തിലെ റോഡുകളെല്ലാം വണ്ടികളെ കൊണ്ട് നിറയുന്നു. അപ്പനെ ഘർ കി ഛത്ത് സെ ജബ് മൈ ബദ്രീനാഥ് യാത്രാ മാർഗ് കി ഭീഡ് ദേഖ്താ ഹൂം തോ ഭൂൽ ജാത്താ ഹൂം കി മഹജ് 2 മഹീനെ പഹലെ ഘാട്ടി ഏകദം ശാന്ത് ഥി. അത് വളരെ ലേഖകൻ പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് അവിടുത്തെ അവസ്ഥ നന്നായിട്ട് മനസ്സിലാക്കാം. കാരണം അപ്പനെ ഘർ കി ഛത്ത് സെ, അപ്പോൾ ലേഖകൻ്റെ വീട് ഇവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പം ഇവിടെ ആ സമയത്ത് വണ്ടികളെല്ലാം നിറയുന്നു എന്ന് പറഞ്ഞിട്ട് ലേഖകൻ എന്താ പറയുന്നത്? എൻ്റെ വീടിൻ്റെ ഛത്ത് എന്ന് പറഞ്ഞാൽ റൂഫാണ്, മുകൾ ഭാഗം. റൂഫിൽ നിന്നും ജബ് മേ ബദ്രീനാഥ് യാത്രാമാർഗ്ഗക്ക് ഭീഡ് ദേത്ത, ഞാൻ എന്ത് ചെയ്യുന്നു? ബദ്രീനാഥിലേക്കുള്ള വഴിയിലെ എന്ത് ചെയ്യുന്നു? ഫീഡ്, അവിടുത്തെ ക്രൗഡ്, അവിടുത്തെ തിരക്ക് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ദോക്താഹും തോ ഫൂൽ ജാത്താഹും, അപ്പോഴും ഞാൻ ഇത് മറക്കുന്നു. എന്താണ്? കി മഹജ് 2 മഹീനെ പഹലേഹ് കാടി ഏകദം ശാന്ത് ഥി, അതായത് ഏകദേശം ഒരു 2 മാസം മുമ്പ് ഈ വഴിയല്ലേ എങ്ങനെയായിരുന്നു? തികച്ചും ശാന്തമായിരുന്നു. അത് ഞാൻ പോലും മറന്നുപോകും. കാരണം അത്രയ്ക്ക് തിരക്കായി മാറും എന്നാണ് ലേഖകൻ ഈ വരികളിലൂടെ നമ്മെ അറിയിക്കുന്നത്. आगे देखिए बच्चों, सदियों से यह ऋतु चक्र यूं ही चलता आ रहा है. हिमालय अपनी जगह मौजूद है और सूरज मुस्तैदी से अपनी यात्रा कर रहा है. അപ്പോൾ ലേഖകൻ പറഞ്ഞതിൽ നിന്നും വളരെ തിരക്കാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ എന്നാലും അടുത്ത പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പോലും മറന്നു പോകുന്നതാണ് ലേഖകൻ അവിടെ പറഞ്ഞു നിർത്തിയത് അല്ലേ? എന്നിട്ട് ലേഖകൻ എന്താ പറയുന്നത്? വളരെ സെഞ്ചുറീസായിട്ട്, സദിമാനെ സെഞ്ചുറി, നൂറ്റാണ്ടുകൾ കൊണ്ട് എന്താണ് ഈ ഋതുചക്രം യൂഹി മനെ ഇങ്ങനെ ചൽത്താ ആരഹായ, ഇങ്ങനെ തന്നെ നടന്ന് വരുന്നു, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെയോ മക്കളെ, ഹിമാലയ അപ്പിനി ജഗ, ഹിമാലയം എന്ത് ചെയ്യുന്നു? സ്വന്തം സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ മൗജൂദ് ഹെ, അതുപോലെ തന്നെ ഹാജരുണ്ട്. അവർ സൂരജ് എന്നിട്ട് സൂര്യനോ, സൂരജ് മുസ്തൈദീസെ അപ്പിനി യാത്രാ കർ രഹാ ഹെ, അതുപോലെ സൂര്യൻ എന്ത് ചെയ്യുന്നു? മുസ്തൈദീസെ യാനി തേസീസെ, വളരെ വേഗത്തിൽ തൻ്റെ യാത്ര നടത്തുകയും ചെയ്യുന്നു. അതുപോലെ സൂര്യൻ എവിടെയും നിൽക്കോ ഇല്ല, സൂര്യൻ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. പഞ്ചാചുലിക്ക് 5 ചോട്ടിയും കി ഓർ സെ ജബ് സൂരജ് പ്രകട് ഹോത്താ ഹെ, നമുക്ക് പഞ്ചചുലിയിലെ ഒരു 5 കൊടുമുടികളിലേക്കും എന്ത് ചെയ്യുന്നു? സൂരജ് എത്തുമ്പോൾ, പ്രകട് ഹോന, സൂരജ് അവിടെ കാണാറാകും, സൂരജിനെ അവിടെ എത്തുമ്പോൾ, സൺ അവിടെ എത്തുമ്പോൾ, തബ് മേരെ ഗാവൊക്കെ ഹാട കമ്പ ദേനേവാലി ഠണ്ട് പടുത്തി ഹേ. അപ്പോൾ അതോടെ ലേഖകൻ പറയുന്നത് എന്താണ്? പഞ്ചചൂലിയിലെ ആ കൊടുമുടികളിലേക്ക് സൂര്യൻ്റെ അവിടെ സൂര്യൻ റീച്ച് ചെയ്യുമ്പോൾ, അവിടെ സൂര്യനെ ആ പോയിന്റിലോട്ട് ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലേഖകൻ്റെ ഗ്രാമങ്ങളിൽ എന്താണ്?
അയ്യോ കടുത്ത തണുപ്പ്, നമ്മുടെ ശരീരമൊക്കെ വിറയ്ക്കുന്ന തരത്തിലുള്ള ഹാർഡ് കമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുള്ള മസിലും എല്ലുകളും ഒക്കെ എന്ത് ചെയ്യും, ആ കാമ്പത്തെ വിറയ്ക്കും. അത്രയ്ക്ക് ബോഡിയൊക്കെ താങ്ങാനാവാത്ത തണുപ്പാണെന്നാണ് ലേഖകൻ പറയുന്നത്. സൂരജ് ജബ് ചൗക്കമ്പാക്കെ ശിഖർ സേ ഉഗത്താഹേ, സൂരജ് എന്ത് ചെയ്യുന്നു, സൂരജ് ചൗക്കമ്പയുടെ കൊടുമുടിയിലേക്ക് ശിഖർസെ ഉഗുന ഉദിക്കുക, ഉദിച്ച് ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, തബ് ജേട്ടിക്ക് ഗർമി ചരം പർ ഹോത്തി ഹേ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ വരുമ്പോഴേക്കും ജ്യേഷ്ഠ മാസത്തിലെ ചൂട് അതിൻ്റെ പാരമ്യതയിൽ എത്തുന്നു. അതായത് ജ്യേഷ്ഠൻ അത് മാക്സിമം അങ്ങേറ്റത്ത് എത്തുന്നു. इन दोनों पर्वत के बीच खड़े नंदा पर्वत के आसपास सूरज की उपस्थिति मेरे गांव में बसंत के बौराने का प्रतीक है. ഇനി ലേഖകൻ എന്താണ് പറയുന്നത്, ഇവിടെ സൂര്യൻ ചൗക്കമ്പയുടെ കൊടുമുടിയിൽ നിന്ന് ഉദിച്ചുയരുമ്പോഴേക്കും, അതായത് അതിൻ്റെ മുകളിൽ, ആ ചൗക്കമ്പ കൊടുമുടിയുടെ മുകളിൽ അത് സൂര്യൻ ഉദിക്കുമ്പോഴേക്കും ജ്യേഷ്ഠമാസത്തിലെ ചൂട് അതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ അവസ്ഥയിലേക്ക് എത്തുന്നു. അതുപോലെ ഈ പറഞ്ഞ രണ്ട് പർവ്വതങ്ങളുടെ ഇടയ്ക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നന്ദപർവ്വതത്തിനടുത്ത് സൂര്യൻ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, ലേഖകൻ്റെ ഗ്രാമത്തിൽ വസന്തം വിരിയുന്നു. അതായത് ഇവിടെ സൂര്യൻ എത്തുന്നു എന്ന് പറഞ്ഞാൽ ലേഖകൻ്റെ ഗ്രാമത്തിൽ വസന്തം വന്നു എന്നാണ് അർത്ഥം. അതാണ് അതിൻ്റെ പ്രതീകം എന്നാണ് ലേഖകൻ പറയുന്നത്. ദാദി कहती थी जब तक हिमालय रहेगा ऋतुओं के बदलने का उल्लास बना रहेगा. അപ്പം അതിനി ലേഖകൻ മുത്തശ്ശി പറയുന്ന വാക്കിലേക്ക് മുത്തശ്ശി എന്താ പറയുന്നത്, ജബ് തക് ഹിമാലയ രഹേക, എത്ര കാലം ഈ ഹിമാലയ പർവ്വതം ഉണ്ടാകുമോ അത്രയും കാലം നമ്മുടെ സീസണിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുന്നതിൽ എന്താണ് വളരെ വളരെ സന്തോഷമുണ്ടാകുമെന്നാണ് ദാദി പറയുന്നത്. അതായത് സീസണുകൾ മാറ്റുന്നതെല്ലാം ഹിമാലയ പർവ്വതം, ഉത്തരാഖണ്ഡിലെ ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രത്യേകതകൾ വളരെ മനോഹരമായിട്ട് ലേഖകൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും എന്താണ്, പ്രകൃതിയോടൊരു വല്ലാത്ത ഇഷ്ടവും ഹിമാലയ പ്രദേശങ്ങൾ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ് വരെയൊക്കെ പോകാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടായി കാണുമെന്ന് ടീച്ചറിന് അറിയാം. അപ്പോൾ നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ ഈ സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ടീച്ചറും ആശംസിക്കുകയാണ്. മക്കളെ നന്നായിട്ട് പാഠം വായിക്കുക, വായിച്ച് മനസ്സിലാക്കി മിടുക്കരായിട്ടിരിക്കുമ്പോഴേക്കും ടീച്ചർ അടുത്ത ലെസണുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞതൊന്നും മറക്കരുത്. നന്നായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ മക്കൾ ആരെങ്കിലും തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ടീച്ചർ ഇടുന്ന ക്ലാസ്സുകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി വരികയാണ്. ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് മിടുക്കരായിട്ട് നല്ല സ്കോറൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കണം. എല്ലാവർക്കും എപ്പോഴും ടീച്ചറിൻ്റെ എല്ലാ രീതിയിലുള്ള ആശംസകൾ ഉണ്ടായിരിക്കും. അപ്പം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ബച്ചോ, ധന്യവാദം.